ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ മാതൃകാ ചോദ്യപേപ്പറാണ് കേട്ടോ. കേരള പാഠാവലിയാണ് എടുക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. വായിക്കാം, എഴുതാം. മധുരം മലയാളം. മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം, കിളുന്നു ചുണ്ടുകളാദ്യം മോദി അമ്മ മലയാളം, സ്നേഹത്തിൻ പുതുനാമ്പുകളായി നമ്മുടെ മലയാളം, കാറ്റിലാടും തെങ്ങോലകളുടെ താളം മലയാളം, കാട്ടാറിൻ്റെ കളകളനാദം നമ്മുടെ മലയാളം, വയലേലകളുടെ വിയർപ്പ് ഗന്ധം നമ്മുടെ മലയാളം, പണിശാലകളുടെ നെടുവീർപ്പിൻ്റെ താളം മലയാളം. നമുക്കവിടെ മലയാളത്തെക്കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ചൊരു തന്നിട്ടുണ്ട്, ഒരു കവിത തന്നിട്ടുണ്ട് അല്ലേ. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മലയാളവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? എ മധുരം സ്വപ്നം തിളക്കം, ബി ഹൃദയം മധുരം താളം, സി തിളക്കം ഹൃദയം സ്വപ്നം, ഡി സ്വപ്നം താളം ഹൃദയം. ഏതാണ് മക്കളെ? ഈ കവിതയിൽ മധുരം ഉണ്ട്, ആദ്യത്തെ വരിയിലുണ്ട് അല്ലേ, മധുരം മലയാളം. സ്വപ്നം എന്നതുണ്ടോ? സ്വപ്നം എന്ന വാക്ക് ഈ കവിതയിൽ നൽകിയിട്ടില്ല. അതുപോലെ തിളക്കവും നൽകിയിട്ടില്ല. അപ്പോൾ ബി ആണ് യഥാർത്ഥ ആൻസർ കേട്ടോ. കറക്റ്റ് ഉത്തരം ബി ആണ്. ഹൃദയം മധുരം താളം, ഈ 3 വാക്കുകളും നമ്മുടെ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. കാട്ടാറിൻ്റെ കളകളനാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? മലയാള ഭാഷ കാട്ടിലാണ് ജനിച്ചത്. ബി മലയാള ഭാഷയിലെ കവിതകൾ കൂടുതലും കാട്ടാറുകളെ കുറിച്ചാണ്. സി മലയാള ഭാഷ പുഴയൊഴുകും പോലെ സംഗീതമാണ്. ഡി മലയാള ഭാഷ കാട്ടാറിൻ്റെ ജലം പോലെ തെളിഞ്ഞതാണ്. ഏതായിരിക്കും മക്കളെ? സി ആണല്ലേ. മലയാള ഭാഷ പുഴയൊഴുകും പോലെ സംഗീതമാണ്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. മലയാളം എന്തിൻ്റെ പുതുനാമ്പുകൾ എന്നാണ് കവി പറയുന്നത്? എ സന്തോഷം, ബി സ്നേഹം, സി സങ്കടം, ഡി ദേഷ്യം. എന്തായിരുന്നു? സ്നേഹത്തിന്റെ പുതുനാമ്പുകളാണല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡി കവിതയുടെ പ്രധാന ആശയം സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻ എ പുഴയുടെ താളത്തെക്കുറിച്ച്, ബി കാട്ടാറിന്റെ കളകളനാദത്തെക്കുറിച്ച്, സി വയലുകളെക്കുറിച്ച്, ഡി മലയാള ഭാഷയെക്കുറിച്ച്. കറക്റ്റ് ആൻസർ ഏതാണ് മക്കളെ? ഓപ്ഷൻ ഡി ആണല്ലേ. മലയാള ഭാഷയെക്കുറിച്ചാണ് ഈ കവിത പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 2 മഴ അനുഭവം. അതിലെ എ ക്വസ്റ്റ്യൻ നോക്കൂ. ചാറ്റൽ മഴയും പേമാരിയും നമുക്കറിയാം. സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ മഴ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മഴയനുഭവം എഴുതുക എന്നാണ് പറയുന്നത്. അത് സന്തോഷമാവാം, അല്ലെങ്കിൽ സങ്കടമാവാം. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ടീച്ചർ ഇവിടെ ചെറിയൊരു അനുഭവക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എൻ്റെ മനസ്സിൽ എന്നും ഓർമ്മ നിൽക്കുന്ന ഒന്നാണ് കഴിഞ്ഞ വർഷത്തെ ഒരു സ്കൂൾ ദിനത്തിലെ മഴ. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പെട്ടെന്ന് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി ശക്തമായ പേമാരി പെയ്തത്. കുടയുണ്ടായിരുന്നിട്ടും ശക്തമായ കാറ്റിൽ ഞാൻ ആകെ നനഞ്ഞു കുതിർന്നു. വഴിയരികിലെ ഒരു കടത്തിണ്ണയിൽ കയറി നിന്ന് മഴ ആസ്വദിച്ചതും കൂട്ടുകാരോടൊപ്പം പേപ്പർ തോണികൾ വെള്ളത്തിലിറക്കി കളിച്ചതുമായ ആ അനുഭവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അതിലെ ബി പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. വരികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പൂക്കൾ മണ്ണിന്റെ ജീവനാണ്. ഓപ്ഷൻ ബി പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. സി പൂക്കൾ ജീവനുള്ളവയാണ്. ഡി പൂക്കൾ സ്വപ്നം കാണുന്നവയാണ്. ഏതാണ് മക്കളെ ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കൂ. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകാൻ കാരണം എന്ത്? ഓപ്ഷൻ എ കഞ്ഞിമഴ, ബി നിലാവ്, സി പുൽനാമ്പ്, ഡി മിന്നാമിനുങ്ങ്. എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് കേട്ടോ. ആദ്യമായി പെയ്യുന്ന മഴ, കഞ്ഞിമഴ. ഇനി പ്രവർത്തനം 3 നോക്കൂ. ലഘു ഉപന്യാസം. ഒരു ചെറിയ ഉപന്യാസം എഴുതാനാണ് പറയുന്നത് കേട്ടോ. എന്തിനെ കുറിച്ചാണ്? പ്രകൃതി നമുക്ക് പരിധിയില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. ഇത്തിരി പൂവേ കുരുന്നുപൂവേ എന്ന യൂണിറ്റിൽ പ്രകൃതിയുടെ സൗന്ദര്യവും സവിശേഷതകളും നാം മനസ്സിലാക്കി. ചെടികളും പൂക്കളും കിളികളും മനോഹരമാക്കുന്ന നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ?
നമുക്ക് ചുറ്റുമുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പ്രകൃതി. പ്രകൃതി നമുക്ക് പരിധിയില്ലാത്ത സന്തോഷവും സമൃദ്ധിയും നൽകുന്നു. മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പ്രകൃതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചെറിയ പുൽനാമ്പുകൾ, വിരിയുന്ന കുരുന്നുപൂക്കൾ, പാറിപ്പറക്കുന്ന പൂമ്പാറ്റുകൾ, മനോഹരമായി പാട്ടുപാടുന്ന കിളികൾ, ഒഴുകുന്ന അരുവികൾ എന്നിവയെല്ലാം പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളാണ്. ഇവയെല്ലാം നമ്മുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്നു. പ്രകൃതിയിലെ ഓരോ ഘടകത്തിനും അതിൻ്റെതായ സവിശേഷതകളും പ്രാധാന്യവുമുണ്ട്. പ്രകൃതിയെ നമുക്ക് ശുദ്ധമായ വായുവും വെള്ളവും ഭക്ഷണവും തരുന്നു. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാടുകൾ വെട്ടി നശിപ്പിക്കുകയും പുഴകൾ മലിനമാക്കുകയും ചെയ്യുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതി മനോഹരമാകുമ്പോഴാണ് നമ്മുടെ ജീവിതവും സുന്ദരമാകുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ നിലനിർത്തുക എന്ന സന്ദേശം ഉൾക്കൊണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പരിസരം വൃത്തിയായി സൂക്ഷിച്ചും നമുക്ക് പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാം. പ്രകൃതിയിലെ ഓരോ ചെറിയ ജീവിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് മനുഷ്യജീവിതം പൂർണ്ണമാകുന്നത്. അതിനാൽ പ്രകൃതിയുടെ മനോഹാരിത നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 4, കഥാപാത്ര നിരൂപണം. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിലെ വിരിയുടെ ഇടയിൽ തൂക്കിയിട്ടു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ് എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ദർശനം നീർനാഗം എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ബഷീർ കഥാപാത്രത്തിന്റെ സവിശേഷതകളും വായനയിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും ഉൾപ്പെടുത്തി ബഷീർ കഥാപാത്രത്തിന്റെ നിരൂപണം തയ്യാറാക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീർനാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീർ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന ഉദാത്തമായ ദർശനം വെച്ചു പുലർത്തുന്ന ആളാണ് അദ്ദേഹം. പാമ്പിനെ കാണുമ്പോൾ ഭയപ്പെടുകയോ അതിനെ കൊല്ലാൻ മുതിരുകയോ ചെയ്യുന്ന സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാണ് ബഷീർ. വീട്ടിലെത്തിയ നീർനാഗത്തെ ഉപദ്രവിക്കാതെ അതിനെ സുരക്ഷിതമായി മാറ്റാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. മൃഗങ്ങളോടും പ്രകൃതിയോടും അനകമ്പയും സ്നേഹവും കാണിക്കുന്ന സഹിഷ്ണുതയുള്ള മനസ്സിന്റെ ഉടമയാണ് ബഷീർ. പാമ്പുകളോടും പക്ഷികളോടും മറ്റു പ്രാണികളോടും പോലും അദ്ദേഹം കാണിക്കുന്ന കാരുണ്യം സമാനതകളില്ലാത്തതാണ്. പ്രകൃതിയോടും സഹജീവികളോടും ഉള്ള ഇണക്കമാണ് അദ്ദേഹത്തെ മറ്റു കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ജീവജാലങ്ങളെല്ലാം ഭൂമിയുടെ അവകാശികളാണെന്ന വികാരം വായനക്കാരിലേക്ക് പകർന്നു നൽകാൻ ഈ കഥാപാത്രത്തിലൂടെ സാധിക്കുന്നു. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ്. 5A പോസ്റ്റർ തയ്യാറാക്കാനാണ് കേട്ടോ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇഴയെടുപ്പും ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പ്രകൃതിയെ നിരന്തരം ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അവതരിപ്പിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കൂ. തലക്കെട്ട്, പോസ്റ്റർ വാക്യം, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തണം അല്ലേ. ഇപ്പോൾ നമ്മളോട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. തലക്കെട്ട് വേണം, പോസ്റ്റർ വാക്യം വേണം, മാത്രമല്ല ഒരു ചിത്രവും ഉൾപ്പെടുത്തണം. നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഞാനിവിടെ മക്കൾക്കൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കൂ, ഭൂമിയെ രക്ഷിക്കൂ എന്നാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രകൃതി ചൂഷണം അവസാനിപ്പിക്കൂ, പ്രകൃതി ദുരന്തങ്ങളെ തടയൂ എന്ന് ഒരു മെസ്സേജും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം 5B ആണ്. അത് നോട്ടീസാണ്. സ്കൂളിൽ നടക്കുന്ന ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട നോട്ടീസ് തയ്യാറാക്കുക. തലക്കെട്ട്, ഉദ്ഘാടനം, തീയതി, അതിഥികൾ, വായന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം, ബഷീർ പുസ്തക പ്രദർശനം എന്നിവ ഉൾപ്പെടുത്തുമല്ലോ എന്നാണ് പറയുന്നത്. നോക്കൂ, ആദ്യം നമുക്ക് നോട്ടീസ് എന്നൊരു ഹെഡിങ് കൊടുക്കണം. പിന്നീട് എന്താണോ മെയിൻ ഹെഡിങ് അത് കൊടുക്കാം. ബഷീർ അനുസ്മരണ ദിനം. ഒരു നോട്ടീസ് എപ്പോഴും നമ്മളൊരു ബോക്സിനുള്ളിൽ വേണം എഴുതാൻ കേട്ടോ. പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണത്തോട് അനുബന്ധിച്ച് നമ്മുടെ സ്കൂൾ മാതൃഭാഷാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബഷീർ അനുസ്മരണ ദിനം ആഘോഷിക്കുന്നു. ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി അതിന് താഴെ തന്നെ നമ്മൾ തീയതിയും സ്ഥലവും സമയമൊക്കെ കൊടുക്കണം കേട്ടോ. തീയതി 2026 ജൂലൈ 5, സമയം രാവിലെ 10 മണി, സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം, ഉദ്ഘാടനം ശ്രീ സുരേഷ് കുമാർ, പ്രശസ്ത എഴുത്തുകാരൻ, മുഖ്യാതിഥി ശ്രീമതി ലത ടീച്ചർ, PTA പ്രസിഡന്റ്. ഇനി അതിന് താഴെ എഴുതേണ്ടത് പ്രത്യേക പരിപാടികളാണ്. പ്രാർത്ഥന, സ്വാഗതം, സ്കൂൾ ലീഡർ, ഉദ്ഘാടനം, അനുസ്മരണ പ്രഭാഷണം, വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം, ബഷീർ പുസ്തക പ്രദർശനം, നന്ദി, വിദ്യാരംഗം കൺവീനർ. എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു. സെക്രട്ടറി, മാതൃഭാഷാ സമിതി.
ഇങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു നോട്ടീസ് എഴുതാം കേട്ടോ മക്കളെ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 6 എ, ജീവചരിത്ര കുറിപ്പ്. തന്നിരിക്കുന്ന സൂചനകളും നിങ്ങൾക്ക് അറിയുന്ന വിവരങ്ങളും ഉൾപ്പെടുത്തി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ജീവിതചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. ഒരു 6-7 പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ മലയാള ഭാഷാ കവി, പാലക്കാട് ജില്ലയിൽ ജനനം, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നു. ഓട്ടൻ, പറയൻ, ശീതങ്കൻ, അത് മൂന്നും വിവിധ തരം തുള്ളലുകളാണ് കേട്ടോ. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനം, കല്യാണ സൗഗന്ധികം, സ്യമന്തകം, സഭാപ്രവേശം, പഞ്ചതന്ത്രം, കിളിപ്പാട്ട് എന്നിവ പ്രധാന കൃതികളിൽ ചിലത്. അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പ്രവർത്തിക്കുന്നു. ഇനി ഇതെല്ലാം ഉൾപ്പെടുത്തി, ഇതിലില്ലാത്ത കാര്യങ്ങളും ഉൾപ്പെടുത്തി നമുക്കൊരു ജീവചരിത്ര കുറിപ്പ് എഴുതി നോക്കാം. കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ്ശിമംഗലത്താണ് അദ്ദേഹം ജനിച്ചത്. മലയാള തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തെ ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്ങൻ തുള്ളൽ എന്നിങ്ങനെ മൂന്നായി തിരിച്ചത് അദ്ദേഹമാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രധാന സവിശേഷത. സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ലളിതമായ ഭാഷാശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. കല്യാണ സൗഗന്ധികം, സ്യമന്തകം, സഭാപ്രവേശം, പഞ്ചതന്ത്രം, കിളിപ്പാട്ട് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ചിലതാണ്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അമ്പലപ്പുഴയിൽ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 6B, ആസ്വാദന കുറിപ്പ്. നമുക്ക് അവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ആ കവിതയെക്കുറിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് കേട്ടോ. ഞാൻ ആ കവിത ചൊല്ലിത്തരാം. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേ ഏറെ ഇഷ്ടം, കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേ ഏറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും, ഈറൻ മുടിയിൽ എള്ളെണ്ണ മണം ചില നേരമാ തുമ്പത്തൊരു പൂവും, കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ, മടിയിലിരുത്തിയിട്ടു മാറോട് ചേത്തിട്ടു മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും, കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേ ഏറെ ഇഷ്ടം. കുഞ്ഞേടത്തി ONV കുറുപ്പ്. ONV കുറുപ്പ് എഴുതിയ കുഞ്ഞേടത്തി എന്ന് പറഞ്ഞ കവിതയാണ് മുകളിൽ തന്നിട്ടുള്ളത് കേട്ടോ. താളം, ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെടാനുള്ള കാരണം, സ്വന്തം അനുഭവം എന്നിവ ഉൾപ്പെടുത്തി കവിതാഭാഗത്തിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ വളരെ പ്രശസ്തമായ കവിതയാണ് കുഞ്ഞേടത്തി. ഒരു ചെറിയ കുട്ടിക്ക് തൻ്റെ മൂത്ത സഹോദരിയോടുള്ള അളവറ്റ സ്നേഹവും ആരാധനയുമാണ് ഈ കവിതാഭാഗത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിലുള്ള നിർവാജ്യമായ ബന്ധത്തിന്റെ ആഴം ഈ വരികൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നു. വളരെ ലളിതവും എന്നാൽ ഹൃദ്യവുമായ ഭാഷയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നാടൻ ശൈലിയും ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ സംസാര രീതിയും കവിതയ്ക്ക് സ്വാഭാവികമായ ഒരു താളം നൽകുന്നു. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേ ഏറെ ഇഷ്ടം എന്ന വരികളുടെ ആവർത്തനം ഈ കവിതയ്ക്ക് ഗാനാത്മകത നൽകുന്നുണ്ട്. ഒരു പാട്ടിന്റെ ഈണം ഈ വരികളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ടാൽ കാവിലെ ദേവി തന്നെ എന്ന വരി എനിക്ക് വളരെ ഇഷ്ടമായി. കുഞ്ഞേടത്തിയുടെ സൗന്ദര്യത്തെയും വിശുദ്ധിയെയും ഒരു നാടൻ കാവിലെ ദേവിയോട് ഉപമിച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ്. കുട്ടിയുടെ മനസ്സിൽ സഹോദരി എത്രത്തോളം ഉന്നതമായ സ്ഥാനത്താണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു. അവൾ അണിയുന്ന പൊട്ട്, അവളുടെ മുടിയിലെ എണ്ണമണം, അവൾ ചൂടുന്ന പൂവ് തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ പോലും കുട്ടിയുടെ കണ്ണിൽ അവളെ കൂടുതൽ സുന്ദരിയാക്കുന്നു. അതുപോലെ മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും എന്ന വരികളും ശ്രദ്ധേയമാണ്. മുതിർന്നവർ ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടികൾക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നിത് കാണിക്കുന്നു. കുഞ്ഞേടത്തി ആരും കേൾക്കാത്ത കഥകൾ പറഞ്ഞ് കുട്ടിയെ സന്തോഷിപ്പിക്കുന്നു. ഇത് അവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം കൂട്ടുന്നു. എൻ്റെ വീട്ടിലും എനിക്കൊരു ചേച്ചിയുണ്ട്. ഞങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ചേച്ചിയാണ്. ചേച്ചിയുടെ സ്നേഹവും സംരക്ഷണവും എനിക്ക് വലിയൊരു ധൈര്യമാണ്. ഈ കവിത വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചേച്ചിയെയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ചേച്ചിയും ഈ കവിതയിലെ കുഞ്ഞേടത്തിയെ പോലെ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. സഹോദര സ്നേഹത്തിന്റെ മനോഹരമായ ഒരു ചിത്രമാണ് കുഞ്ഞേടത്തി എന്ന കവിത. ലളിതമായ പദങ്ങളിലൂടെയും ഹൃദ്യമായ ശൈലിയുടെയും കവി വായനക്കാരെ പഴയകാല ഗൃഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു.
കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായ സ്നേഹവും ബന്ധങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഈ കവിത എന്നും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കും. മക്കൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്